നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം. Page of Wands ആണ്, 3 of Pentacles, the High Priestess, 2 of Wands, 4 of Wands, 3 of Swords, 2 of Pentacles, 2 of Cups, Knight of Pentacles, King of Cups, 10 of Swords, 6 of Cups, 7 of Cups, 8 of Cups, 6 of Wands, the Moon card. ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ ദ മൂൺ കാർഡും 3 ഓഫ് സോഴ്സ് എനർജിയാണ് കാണിക്കുന്നത്. അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങളെക്കുറിച്ചൊരു ഡൗട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഡൗട്ട്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഒരു ആത്മാർത്ഥത കാണിക്കാതെ നിന്നു എന്നുള്ള അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കൺഫ്യൂഷന് റീസൺ എന്ന് പറയുമ്പോൾ ഈ ഒരു 3 ഓഫ് പെന്റിക്കിൾസ് കാർഡ് കാണിക്കുന്നത് ഒരു 2-3 പേര് അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള സംസാരം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടിയാണ്. ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം നിങ്ങളെക്കുറിച്ച് ഇവരറിഞ്ഞ കാര്യങ്ങളിൽ ഇവർക്ക് മാനസികമായിട്ട് ഈ ഒരു 3 ഓഫ് സോഴ്സ് എനർജിയാണ് വന്നിട്ടുള്ളത്. അവരത്രയും വിഷമിക്കുന്ന സിറ്റുവേഷനാണ് ഈ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻ, ഈ റിലേഷനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്യിക്കുന്ന ഒരു സ്പേസിൽ ഉള്ള ആളുകൾ. അപ്പോൾ അവർ അങ്ങനെ അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ എന്താണ് ഈ റിലേഷനിൽ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം സംഭവിച്ചേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ എന്തെങ്കിലും അറിയുന്നുണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാം. പക്ഷെ എങ്കിലും ഇത് ഇത്രയും ഒരു എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഒരു സ്പേസ് നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇത്രയും അകൽച്ച കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അതൊരു ചെറിയൊരു സിറ്റുവേഷൻ അല്ലേ, ചെറിയൊരു കാര്യമല്ലേ, അത് ഇത്രയും വലിയൊരു പ്രശ്നമാക്കേണ്ടതുണ്ടോ എന്നായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാവുക. പക്ഷേ അത് വലിയ പ്രശ്നമാക്കി ഇവർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റു പുറത്തുള്ള നിങ്ങളുടെ റിലേഷനെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ അത്രയും മനസ്സിന് അവർക്ക് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഇവർ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആയത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ
സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ലെസ് കോണ്ടാക്ട് ആവുന്ന ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാന്, നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ അവരില്ലാതെ നിങ്ങൾ സന്തോഷത്തോടെയാണോ നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അവരിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി കൂടിയാണ് അവർ മാറി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഒരു സ്പിരിച്വൽ കണക്ഷനെയും കാണിക്കാം. കാരണം ഇവിടെ 6 ഓഫ് കപ്സ് എനർജി, അതുപോലെ 2 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് അത്രയും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറത്തു നിന്ന് ഒരാളുകൾ നോക്കി കാണുമ്പോൾ അതൊരു നിങ്ങളുടെ റിലേഷൻ കാണുമ്പോൾ അവർക്കൊരു അസൂയ അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഇഷ്ടക്കേട്, ദേഷ്യമൊക്കെ തോന്നും. കാരണം അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ കാണുമ്പോൾ അവരുടെ മനസ്സിലൊരു ഇറിറ്റേഷൻ നിങ്ങളോട് തോന്നുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കിങ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്ന അത്രയും സ്നേഹം, ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, നിങ്ങളെ കെയർ ചെയ്യുന്ന പേഴ്സൺ, നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു പേഴ്സണാണ് ഇവർ. അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെ മാരേജ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുമാണ് ഇവർക്കുള്ളത്. പക്ഷേ ഇവിടെ അത്രയും അവരെ മാനസികമായിട്ട് ഹേർട്ട് ചെയ്തൊരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അതായത് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റുള്ളവരിൽ നിന്നുള്ള ആ ഒരു നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെ അത്രയും തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ സത്യം പറഞ്ഞാൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, അറിയാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവരിപ്പോൾ നിങ്ങൾ എത്ര സ്നേഹത്തോടെ അവരുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവർക്ക് അകന്നു പോകാനുള്ളൊരു ടെൻഡൻസിയാണ് വരുന്നത്. കാരണം നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അവർക്കുള്ളത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ ഇതുവരെ ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അവരിൽ ഉണ്ടാക്കിയ ഒരു ആഘാതമാണ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് അകൽച്ച വെക്കുന്നതും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകുന്നതിൻ്റെയും റീസൺ. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോഴവർ സ്റ്റെക്കാണ്, മുന്നോട്ട് വരണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റിയൂണിയൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരും, അവർ തിരിച്ചറിയും എന്താണ് ഈ ഒരു ഇതുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് അവർ ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റു ആളുകളിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർ അങ്ങനെ നിങ്ങളുടെ ഒരു നിരപരാധിത്വം, നിങ്ങളുടെ ഒരു ഭാഗം ക്ലിയർ ആവാൻ അവർക്ക്, അല്ലെങ്കിൽ ക്ലിയർ ആവും അവരുടെ മുന്നിൽ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു നിങ്ങളുടെ ഭാഗം പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഒരു റീയൂണിയനിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു ചേഞ്ചിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഓവറോൾ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചൊരു നെഗറ്റീവായിട്ട്, നിങ്ങൾ ചീറ്റ് ചെയ്തു, നിങ്ങൾ ഈ റിലേഷനിൽ സത്യസന്ധമായിട്ട് നിന്നില്ല എന്നുള്ളൊരു ഡൗട്ടിൻ്റെ പുറത്താണ് അവർ പോയിട്ടുള്ളത്. അത് പക്ഷേ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല, അവർ പോയി എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെയും തമ്മിൽ ഒരു സെപ്പറേഷനിലോട്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോട്ട് ഒക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അതിലൊരു ചേഞ്ച് വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു നിരപരാധിത്വം തിരിച്ചറിയുന്ന സിറ്റുവേഷൻ വരും എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. യു ആർ മൈൻ എന്നാണ് പറയുന്നത്, നിങ്ങൾ അവരുടെയാണ്. ഹോൾഡ് മീ എന്നാണ് പറയുന്നത്, നിങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവാം. കാരണം അത്രയും ഇവിടെ സോൾമേറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ് ഇവർ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഒരു സ്പിരിച്വൽ കണക്ഷൻ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ റിലേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ സാഹചര്യം കൊണ്ടാണെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ആവും. അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ളൊരു മാറ്റം ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ,
ഹീലിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഹീലിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ പല മുറിവുകളും അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള പല വിഷമങ്ങളും ഹീലായി പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴൊരു ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ അവർ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ഇപ്പോൾ ഒരു അത്രയും വിഷമത്തിലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവർ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്ന സമയത്താണ് അവരുടെ ആ ഒരു വിഷമങ്ങളൊക്കെ ഹീലായി പോകുന്നത്. ഇല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ് എന്നുള്ളതാണ്. അത് ശരിയാണ്. കാരണം ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള റിലേഷൻ ആകുമ്പോൾ അത് നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോകുന്നത് ഒരു ഇല്യൂഷനാണ്. അത് അവിടെ ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഡേ ഡ്രീം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പകൽ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആയിക്കോളണമെന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഡൗട്ടിൻ്റെ പുറത്ത് പോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ റെസനേറ്റ് ആവുള്ളൂ. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല ഇതൊരു ഡൗട്ടിൻ്റെ പുറത്താണ് നിങ്ങളുടെ പേഴ്സൺ പോയതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം അവർ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല കേട്ടോ. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അത് വരും. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്ന സമയം അത് വരും. ഫോർഗീവ്നെസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അവർ നിങ്ങളെ ഫോർഗീവ് ചെയ്യും എന്നുള്ളതാണ്. ഫോർഗീവ് ചെയ്യും, അവർ കാര്യങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോടായിരിക്കും ഫോർഗീവ്നെസ് ചോദിക്കുക. കാരണം അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ച് പോയതിന് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കും. ഓക്കെ, റിമൈൻ പോസിറ്റീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ റിലേഷൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ആഴം അത്രയും ഉള്ളതാണ്. അതുകൊണ്ട് ഇത് എൻ്റെ ആയിപ്പോയി എന്നുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ പോവാതെ നിങ്ങൾ മനസ്സ് സ്ട്രോങ് ആക്കി പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഇതിൽ ഒരു ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജനുവരി, ജൂലൈ, ഏപ്രിൽ, രോഹിണി, പൂരുട്ടാതി, ലെറ്റർ സി, 1987, അശ്വതി, ഉത്രാടം, ചതയം, ആയില്യം, പൂരം, സെപ്റ്റംബർ, മകീര്യം, ലെറ്റർ എഫ്, വിശാഖം, ജൂൺ, ലെറ്റർ എച്ച്, ലെറ്റർ എ, പുണർദം, തിരുവോണം, തൃക്കേട്ട, 1998. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.